ഹലോ, ഞാൻ സ്വീറ്റി. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സ്വീറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് റവ കേസരിയാണ്. ഇത് വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ കേസരിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേസരിയാണ്. പിന്നെ ഇത് നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം എനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റവയാണ്. ഞാനിവിടെ ഡബിൾ റോസ്റ്റഡ് റവയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1 കപ്പ് റവയാണ് നമുക്ക് വേണ്ടത്. 1 കപ്പ് റവയ്ക്ക് നമുക്ക് 1 കപ്പ് നെയ്യാണ് വേണ്ടത്. നെയ്യ് അധികം യൂസ് ചെയ്യാത്തവരാണെങ്കിൽ പകുതി നെയ്യും പകുതി സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത്. നമ്മൾ സ്വീറ്റ്സിനൊന്നും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് കിസ്മിസ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് 1 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂ നട്ടും കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു 2 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചൂടായിരിക്കുന്ന നെയ്യിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നെയ്യിൽ 1 മിനിറ്റ് നമ്മൾ റോസ്റ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഡബിൾ റോസ്റ്റഡ് റവയാണെങ്കിലും നമ്മൾ ഒരു 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കേസരി ഉണ്ടാക്കുകയാണെങ്കിൽ കേസരി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് തിളപ്പിച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് കട്ടിയായിട്ട് വരുന്നവരേക്കും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ള് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് യെല്ലോ കളർ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളറിന് പകരം മഞ്ഞൾപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ റവയും നെയ്യൊക്കെ മെഷർ ചെയ്തത് അതേ കപ്പിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു 2 കപ്പ് പഞ്ചസാര എടുക്കേണ്ടത്. ഇനി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നവരേക്കും നമുക്കിത് മിക്സാക്കി എടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു കേസരി നമ്മുടെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നവരേക്കും നമുക്കിത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം.
ഈ ഒരു കേസരി നമ്മുടെ പാനിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന ഈ ഒരു പരുവാവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ നമ്മുടെ റവ കേസരി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്